Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 6th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ, പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഓഡിറ്റിംഗ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ് 5 മാർക്കിന് പലപ്പോഴും കാണാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ ഡിഫറൻസ് വരാറുണ്ട്. ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ, ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത് ഓഡിറ്റിങ്ങിൻ്റെ ടെക്നിക്സ് പലപ്പോഴും വരാറുള്ളതാണ്. ഓഡിറ്റിംഗ് ടെക്നിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പറയാം നമ്മൾ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറയാം. അപ്പോൾ മറ്റൊരു സജഷനാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മറ്റൊരു സജഷൻ. ഇനി നെക്സ്റ്റ് മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് സർപ്രൈസ് ചെക്ക് എന്താണ്? സർപ്രൈസ് ചെക്ക് എന്താണ് നോക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസ് തിയറി ചെക്ക് ചെയ്യണം. ദെൻ എറേഴ്സ് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതിൽ ടൈപ്സ് ഓഫ് എറേഴ്സ്, പലതരത്തിലുള്ള എറേഴ്സ് ഉള്ളത്. അത് ചിലപ്പോൾ 2 മാർക്കിനും വരാറുണ്ട്. എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിള്, അപ്പോൾ അതും നോക്കിയിരിക്കണം. പിന്നെ വൗച്ചർ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ, നോക്കിയിരിക്കണം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് SAയ്ക്കും വരാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എന്തായാലും പഠിക്കണം SAയ്ക്കോ. അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്? ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിരിക്കണം. ഇനി ബോർഡ് കമ്മിറ്റീസ്, വാരിയസ് ബോർഡ് കമ്മിറ്റീസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാരിയസ് ബോർഡ് കമ്മിറ്റീസ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ടെസ്റ്റ് ചെക്കിംഗ് എന്താണ്? പ്രിക്വേഷൻസ് എടുക്കേണ്ടത്, പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ, അത് പ്രിക്വേഷൻസ് to be
taken before test checking അതും. Then next audit report in the contents. Audit report എന്താണ് അതിൻ്റെ കണ്ടൻസ് നോക്കിയിരിക്കണം. ദെൻ വൗച്ചിങ് എന്താണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ. ഇപ്പോൾ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രൊസീജിയേഴ്സ്, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് മറ്റൊരു സജഷൻ. ഇനി നെക്സ്റ്റ് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങളും വരാറുണ്ട് ഇതിൻ്റെ കൂടെ. അത് പറയാം. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇന്റേണൽ കൺട്രോൾ വേഴ്സസ് ഇന്റേണൽ ഓഡിറ്റ് ഡിഫറൻസ് കേട്ടോ. അത് മറ്റൊരു ചോദ്യം. പിന്നെ വെരിഫിക്കേഷൻ എന്താണ്, റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ് അല്ല. പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പ്രോസസ്സ്, അതിൻ്റെ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരെണ്ണം, ഏതാണ് വരാൻ പറ്റില്ല, ക്യാഷ് അറ്റ് ബാങ്ക്, അങ്ങനൊരു ചോദ്യം. ഇനി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു ചോദ്യവും മാക്സിമം 2 എണ്ണമൊക്കെ ഇനി കണ്ടുവരാറ്. അതിലിപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്, അതിൻ്റെ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫെയിലിയേഴ്സ് ആണ്. അതിൽ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ആണ് എടുത്ത് ചോദിക്കാറ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്താണ്, അതിൽ സത്യം ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്, കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നോക്കി വയ്ക്കണം. സോ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഓഡിറ്റിംഗ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ്, ദെൻ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ ഡിഫറൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയോളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ 2 മാർക്കിലാണ് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഓഡിറ്റിംഗ് ടെക്നിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, പിന്നെ സർപ്രൈസ് ചെക്ക് എന്താണ്, പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ, ടൈപ്സ് ഓഫ് എറേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്, അതിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ബോർഡ് കമ്മിറ്റീസ്, വാരിയസ് ബോർഡ് കമ്മിറ്റീസ്, പിന്നെ ടെസ്റ്റ് ചെക്കിംഗ്, പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ ബിഫോർ ടെസ്റ്റ് ചെക്കിംഗ്, ഓഡിറ്റ് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻസ്, വൗച്ചിങ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ അതെന്താണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, അതിൻ്റെ എസെൻഷ്യൽസ്, ഇൻറ്റേർണൽ ഓഡിറ്റ് വേഴ്സസ് ഇൻറ്റേർണൽ കൺട്രോൾ, വെരിഫിക്കേഷൻ, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അതിൻ്റെ റീസൺസ്, കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എസ്പെഷ്യലി സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് ടേമുകളുണ്ട് 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ സജഷൻസ്. വലിയൊരു പേപ്പറാണ്, നമ്മൾ ഇതുവരെ കണ്ടതിൻ്റെ ബേസിലുള്ള സജഷൻസാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.